ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് 4 ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ്. 4 വന്നിട്ട് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. 4 വന്നിട്ട് നല്ല ന്യൂഡ് ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ റേഞ്ചിനകത്ത് വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 13 ആണ്, 13 ആണ് ഷെയ്ഡ് വരുന്നത്. ഇതൊരു നല്ല ഒരു ബ്രൗൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്, നല്ല ബ്രൗൺ ഷെയ്ഡാണ്. എവറിഡേ നിങ്ങൾക്ക് വിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ വാണ്ട് വരുന്നത്. ഒട്ടും തിക്കല്ലാത്തൊരു വാണ്ടാണ്. കളർ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഒരു ന്യൂഡായിട്ടുള്ള പെർഫെക്റ്റ് ന്യൂഡായിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഓഫീസ് കോളേജ് ഡെയിലി നിങ്ങൾക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന നല്ല ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. നല്ലൊരു ബ്രൗൺ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. രണ്ടാമത് വന്നിട്ട് നമ്മുടെ മേബിലിൻ ന്യൂയോർക്കിൻ്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് ലിപ്സ്റ്റിക് റേഞ്ചിൽ തന്നെ വരുന്നതാണ്. ഇത് ഒരു പിങ്ക് അണ്ടർടോൺ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത് 08 ആണ്. സെൻസേഷണലി മീ എന്ന് പറയുന്നതാണ്. ഇത് ഭയങ്കര ഒരിടയ്ക്ക് വൈറലായിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു കേട്ടോ ഈ ഒരു ഇതെന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ഈ ക്യാപ്പിൽ വരുന്ന കാണിക്കുന്ന ഏറെക്കുറെ സെയിം കളറാണ് ഇതിന് വരുന്നത്. ഇതൊരു പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ വാണ്ട് വരുന്നത്. നമുക്ക് കളറൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഭയങ്കര സ്മൂത്തായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഭയങ്കര സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് കണ്ടോ, ഇത് രണ്ടും നോക്കുമ്പോൾ ഒരു പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പീച്ചൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഡീപ്പർ സ്കിൻ ടോണിലേക്ക് വരുമ്പം ഇത് വാഷ് ഔട്ട് ആയി പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്കിതൊരു ബ്രൗൺ ലിപ്പ് ലൈനർ നിങ്ങൾക്കുണ്ടെങ്കിൽ ലിപ്പ് ലൈനർ വെച്ച് ബ്രൗൺ കളർ ഒരു ലിപ്പ് ലൈനർ വെച്ച് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്പ് ലൈനർ വെച്ച് നിങ്ങൾ പെയർ ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് എവറിഡേ യൂസ് ചെയ്യാം കേട്ടോ. തേർഡ് വൺ വന്നിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഇത് ഷെയ്ഡ് നമ്പർ വന്നിട്ട് DL-C025 ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് വരുന്നത്. ഇതിൻ്റെ കുട്ടി പാക്കേജും അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു പാക്കേജും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വാണ്ട് വരുന്നത്. ഇത് ഇച്ചിരൂടെ ഒരു ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷെയ്ഡ്, ഒരു ചോക്ലേറ്റ് കളറാണ് ഇതിന് വരുന്നത്. പക്ഷേ ഇതൊരു നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. ഓൾ ഡേ വെയർ ചെയ്യാം. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈവനിങ് വരെ അനങ്ങുകയില്ല. അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു സ്മെല്ലാണ്. ഇതിനൊരു സിറപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ഇതേ ഡാസ്ലറിൻ്റെ തന്നെ സെയിം റേഞ്ചിൽ വരുന്ന മറ്റൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണിത്. ഇത് വന്നിട്ട് DL-C015 ആണ്. ഇത് നമ്മൾ രണ്ടാമത് കാണിച്ച മേബിലിൻ്റെ തന്നെ 08 ഷെയ്ഡ് പോലെ വരുന്ന ഒരു പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. ജസ്റ്റ് ഞാൻ അതൊന്ന് സ്വാച്ച് ചെയ്ത് കാണിക്കാം. പക്ഷേ ഇതൊരു ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതും ഈ പറയുന്ന പോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡീപ്പർ സ്കിൻ ടോണർക്ക് വാഷ് ഔട്ട് ആകാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് സൂപ്പർ ആയിരിക്കും കേട്ടോ. ഇത് രണ്ടും ഡാസ്ലറിൻ്റെ ആണ്. ഡാസ്ലറിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്, കുറച്ച് ലിപ്പ് പിഗ്മെൻറ്റഡ് ആയിട്ട് വരുന്ന പോലെ കണ്ടിന്യൂസ് യൂസ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും നല്ല അഫോർഡബിൾ ആണ്. രാവിലെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവനിങ് വരെ ഇതിങ്ങനെ തന്നെ ലാസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്കിതിൽ ഏറ്റവും തോന്നിയിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150 സംതിങ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. ഈ 150 റുപ്പീസിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വർത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓൾ ഡേ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതിൻ്റെ വൈകുന്നേരം ട്രാൻസ്ഫർ പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, സ്മഡ്ജ് പ്രൂഫാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് ഇത് രണ്ടും. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഈ 2 ലിപ്സ്റ്റിക്കും. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രൈ ആയതിന് ശേഷമാണെങ്കിൽ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഷെയ്ഡ് നമ്പർ 13 ആണെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡും ഈ ഷെയ്ഡ് നമ്പർ 08 എന്ന് പറയുന്നത് ഒരു പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. അപ്പം ഈ ഷെയ്ഡിൻ്റെ കൂടെ നമ്മളൊരു ലിപ്പ് ലൈനർ ഇട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് വൺ ആയിരിക്കും. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റും വരുന്നത് 180 സംതിങ് ആണ് കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത് ചിലപ്പോൾ ഓഫറിൽ അതിലും കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ 4 ഷെയ്ഡ്സ് വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ന്യൂഡ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. 4 നിങ്ങൾ നോക്കിയാൽ അറിയാം, 2 ബ്രൗൺ ഷെയ്ഡ്സും 2 ഒരു പിങ്ക് അണ്ടർടോണിൽ വരുന്ന ന്യൂഡ് ഷെയ്ഡാണ്. അപ്പം നിങ്ങൾ ഓൾ ഡേ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന, എവറിഡേ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ന്യൂഡ് ഷെയ്ഡ്സുകൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് 4 നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ചോയ്സാണ്. 2 നല്ല പെർഫെക്റ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ്. ഡാസ്ലറിന് മാത്രം കുറച്ചുകൂടെ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് വരുന്നതാണ്. ബാക്കി 2 ഒരു പിങ്ക് അണ്ടർടോണാണ്. അപ്പം നിങ്ങളൊരു ന്യൂഡ് ഷെയ്ഡ്സ് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവർ ടാറ്റ ബൈ.